ആഹാ, എന്തൊരു ശ്യാമസുന്ദര കരകരാന്ന അറ്റ്മോസ്ഫിയർ. എടാ കോപ്പേ, നിനക്ക് സാധനം അടിക്കാൻ ഈ ഒരു സ്ഥലമേ കിട്ടിയുള്ളൂ? ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഇത്രയും പീസ് ഓഫ് മൈൻഡ് ഓഫർ ചെയ്യുന്ന വേറെ ഏത് പ്ലേസ് ആണുള്ളത്? ഉവ്വ, ഏതാ സാധനം? നിനക്ക് ഇഷ്ടമുള്ളത് തന്നെ നോഴി നാടി. എങ്ങനെയുണ്ട്? ആ പവറേജ്. നീ എന്തിനാണ് ചിരിക്കണേ? ഞാൻ ചിരിച്ചതല്ലോ, കരഞ്ഞതല്ലേ? അല്ല, നീ എന്താ കരയുന്ന? ഞാൻ കരയല്ലോ, ചിരിക്കല്ലേ? അളിയാ, നമ്മള് രണ്ടുപേരും ഫിറ്റാ. പോടാ, പോൾസ് അങ്ങനെയൊന്നും ഫിറ്റ് ആവില്ല. പോൾസൺ ഫിറ്റ് ആവണേ ജിമ്മിൽ പോണം. ഇന്ന് ഈ സെമിത്തേരി ഞാനൊരു ശവപ്പറമ്പാക്കും. ഇത് ഓൾറെഡി ശവപ്പറമ്പല്ലേ? എന്നാ ഈ ശവങ്ങളെ ഞാൻ കൊല്ലും. ശവങ്ങളെ എന്തിനാടാ കൊല്ലുന്നത്? പിന്നെ ചത്ത ശവങ്ങൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? വെറുതെ ഭൂമിക്ക് ഭാരാവാൻ. പോൾസ ബിഹേവിങ് സർ. ഇന്നൊരു ദിവസല്ലടാ ഇങ്ങനെയൊക്കെ പറ്റൂ. എന്നാ എൻജോയ്. സുഹൃത്തുക്കളെ, മിച്ചം വരുന്ന കുറച്ച് മദ്യമുണ്ട്. അത് സെക്കൻഡ് പോലെ വലുതെന്ന് മൂന്നാമത്തെ കുഴിമാടത്തിൽ ഇച്ചിരി വെച്ചാൽ അത് വല്ലാത്തൊരു അനുസ്മരണയായിരിക്കും. തനിക്ക് മദ്യം തന്ന് അനുസ്മരിക്കാൻ താൻ ആരടോ? എന്റെ അച്ഛനോ? നോ, അരുത്. അലവലാദിത്തര ആത്മാക്കളോട് അരുത്. കള്ളിന് കണക്ക് പറയരുത് അളിയ. മൂന്നാമത്തെ കുഴിമാടല്ലേ, എത്തിച്ചേക്കാം. നന്ദി. കുഴിമാടം മാറല്ലേ, അപ്പുറത്ത് വല്യപ്പച്ചന്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ഒന്നും മണക്കാൻ പോലും ബാക്കിയുണ്ടാവില്ല. ഏറ്റവും തിരച്ചിരികൾ പാവം പ്രേതം. ഒഴിയെടുത്ത 500 ml. അല്ല, ഇപ്പൊ ആരാ നമ്മുടെ അടുത്ത് വന്ന് വർത്താനം പറഞ്ഞേ? എടാ, മദ്യാണ്, പേടിക്കണ്ട. കാണാത്ത പലതും കാണും, കേൾക്കാത്ത പലതും കേൾക്കും. ഒരു പട്ടി കുരയ്ക്കണ കേട്ടില്ലേ? കേട്ടു, പക്ഷെ ഞാനത് കേട്ടില്ല. ഓ, സോമനാമുരിസം. ആ, നിന്റെ അച്ഛന്റെ പിന്നത്തൈലം. ഒഴിയെടുത്ത 700 ml. ഹലോ ഹലോ, എടാ നീ എവിടെ? സെമിത്തേരിയില്. എന്താ അവിടെ? ഇന്നും നമ്മുടെ പോൾസൺ മരിച്ച കൊല്ലം തികയല്ലേ, അപ്പൊ അവനെ കണ്ട് ഇവിടെ കൂടാന്ന് കരുതി. ഓഹോ, പോൾസ് എങ്ങനെ മരിച്ചെന്ന് ഓർമ്മണ്ടോ? കാർ ആക്സിഡന്റില് കൊക്കേക്ക് മറിഞ്ഞ്. അപ്പൊ നീ എവിടെ ആയിരുന്നു? ആ കാറിനകത്ത്. അപ്പൊ കാറിലിരുന്ന നിങ്ങൾക്ക് മാത്രമേ ആണ്ടുള്ളൂ, ഓടിച്ചിരുന്ന എനിക്ക് ആണ്ടില്ലേ? സോറി അളിയാ, ഞാൻ നിന്നെ അവിടെ നോക്കിയപ്പോ കണ്ടില്ല. ഞങ്ങൾ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. നീ വാ. സെമിത്തേരി ഒരു ആംബിയൻസ് ഇല്ല. നമുക്ക് എന്റെ കാർ എടുത്ത് അന്നാളത്തെ പോലെ ഹൈ റേഞ്ചിലോട്ട് വിടാം. കള്ളനായി പിന്നെയും കൊല്ലാനാന്നോ തോന്നുന്നു. ഇവിടെ എന്തൊക്കെ കഴിക്കാൻ വേണ്ടത്? എനിക്ക് ചിക്കൻ ബിരിയാണി. എനിക്കും ചിക്കൻ ബിരിയാണി. എനിക്ക് മട്ടൺ ബിരിയാണി. ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ചിക്കൻ ബിരിയാണി. എനിക്ക് ബീഫ് ബിരിയാണി. അപ്പോ 3 ചിക്കൻ ബിരിയാണി, ഒരു മട്ടൺ, ഒരു ബീഫ് അല്ലെ? അല്ല, 5 പേർക്കും ചിക്കൻ ബിരിയാണി. അപ്പൊ ആള് മട്ടൺ ബിരിയാണി അല്ലേ പറഞ്ഞത്? യെസ്, അതെ. ഇയാള് ബീഫും? ഓഫ് കോഴ്സ്, അതെ. അങ്ങനെ ആവുമ്പോ 3 ചിക്കൻ ബിരിയാണി, ഒരു മട്ടൺ, പിന്നെ ഒരു ബീഫ് ബിരിയാണി. അല്ല, എല്ലാവർക്കും ചിക്കൻ ബിരിയാണി. ചേട്ടാ, നിങ്ങൾ 3 പേര് ചിക്കൻ ബിരിയാണി പറഞ്ഞു. അതെ അതെ അതെ. ആള് മട്ടൺ ബിരിയാണി പറഞ്ഞു. അതെ, പക്ഷെ ചിക്കൻ ബിരിയാണി മതി. ഇയാള് ബീഫ് ബിരിയാണി അല്ലേ പറഞ്ഞത്? അതെ, പക്ഷെ ചിക്കൻ ബിരിയാണി തന്നെ മതി. ഓക്കെ, അപ്പൊ 5 പേർക്കും ചിക്കൻ ബിരിയാണി. യെസ്, അതെ. അപ്പൊ 5 ചിക്കൻ ബിരിയാണി. ഇവിടെ 5 ചിക്കൻ ബിരിയാണിയാ? 5 ചിക്കൻ ബിരിയാണി അല്ല, ഒരു ചിക്കൻ ബിരിയാണി. നിങ്ങൾ 5 പേർക്കും ബിരിയാണി വേണ്ടേ? വേണം. അപ്പൊ 5 പേർക്കും 5 ചിക്കൻ ബിരിയാണി അല്ലേ വേണ്ടത്? അല്ല, 5 പേർക്കും കൂടെ ഒരു ചിക്കൻ ബിരിയാണി. ഞങ്ങൾ ഷെയർ ചെയ്തോളാം. സ്പ്ലിറ്റ് ആണേ. പിന്നെ എന്ത് മാങ്ങാത്തൊലിക്കാടെ സെപ്പറേറ്റ് ഓർഡർ എടുത്തത്? ആദ്യം തന്നെ ഒരു ബിരിയാണി ഓർഡർ ആക്കിയാ പോരായിരുന്നോ? ഞങ്ങൾ അങ്ങനെയല്ല. ഓരോരുത്തരുടെയും സെപ്പറേറ്റ് അഭിപ്രായം എടുത്ത് ഏതിനാണോ മെജോറിറ്റി കൂടുതൽ വന്നത് അതേ ഓർഡർ ആക്കുള്ളൂ. അതാ ഞങ്ങളുടെ ഗാങ്ങിന്റെ പ്രത്യേകത. അടി രംഗീല രാമൻകുട്ടി, വളരെ നല്ല ഉദാത്തമായ ഗാങ്. എന്താ നിങ്ങളുടെ ഗാങ്ങിന്റെ നാമം? റിയൽ ഫൈറ്റേഴ്സ്. ഓ, ഫൈറ്റേഴ്സോ? എന്തിനാന്നാവോ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്? പണിയില്ലായ്മയോടും പണമില്ലായ്മയോടും. പണിക്ക് പോയ ആ ഇല്ലായ്മ അങ്ങ് തീരില്ലേ? അതിന് മടിയില്ലായ്മ വേണമല്ലോ. ഇവിടെ 2 ചിക്കൻ ബിരിയാണിയെ? ചേട്ടാ, ഒന്നാണ് പറഞ്ഞത്. ഇരിക്കട്ടെ മോനെ, ഒന്ന് എന്റെ വക നിങ്ങളുടെ ഗാങ്ങിന് ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ. ഒരു 3 കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് സഹായിച്ചൂടെ ചേട്ടാ? ഒന്ന് ക്യാൻസല്, ഒന്ന് മതിയേ. അമ്മ 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 കടയിലേക്ക് പോയിരിക്കുവോ? എന്താ കാര്യം? ഒന്നുമില്ല. എന്താ പറഞ്ഞോ? അല്ല, അത് അമ്മയോട് ചോദിക്കേണ്ട കാര്യം. അതെന്താ അമ്മയോട് ചോദിക്കേണ്ട സ്പെഷ്യൽ കാര്യം? അച്ഛനോട് ചോദിച്ചാൽ തെങ്ങില് ചക്ക കഴിക്കുവോ? അങ്ങനല്ല, അച്ഛൻ്റെ കയ്യിൽ ചോദിച്ചിട്ട് വലിയ കാര്യമില്ല, അതാ. എടാ, ഈ വീടിന്റെ ഗൃഹനാഥനാ ഞാൻ. നിങ്ങൾക്കൊക്കെ ചെല്ലും ചെലവും തന്ന് നോക്കുന്ന ആള്. എന്നോട് പറഞ്ഞാൽ നടക്കാത്ത എന്ത് കാര്യം ഈ വീട്ടിലുള്ളത്? അച്ഛന് ഈഗോ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചില കാര്യങ്ങൾക്ക് അമ്മ തന്നെ വേണം. പിള്ളേര് വളർന്നു വലുതായി അച്ഛനോട് അകലം പാലിക്കുന്നു പറയുന്നത് എത്ര ശരിയാ?
നിന്നോട് ഫ്രണ്ട്ലി ആയിട്ടല്ലടാ ഞാൻ സംസാരിക്കുന്നത്. എത്രത്തോളം സൗമ്യമായിട്ടാണ് ഞാൻ നിന്നോട് പെരുമാറുന്നത്. മോനെ പോലെ അല്ലല്ലോ, ഒരു കൂട്ടുകാരനെ പോലെ അല്ല ഞാൻ നിന്നോട് പെരുമാറുന്നത്. അല്ലടാ, അല്ലേ? അല്ലേന്ന്. എന്റെ ആധാർ കാർഡ് എവിടെ വെച്ചേക്കണെന്ന് അറിയോ? ഒന്ന് എടുത്ത് തരുമോ? അമ്മ വരുമ്പോ ചോദിച്ചോക്ക്.